ഇസ്രായേൽ ബീഡി വലിച്ചാൽ ഇന്ത്യ പുകവിടണം. ഇനി സംഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. അത്തരത്തിലൊരു പരസ്പര ധാരണ പുറമേ കാണുന്നതിനധികം ഇതാ ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ ഗുണമനുഭവിക്കുന്നത് ഇസ്രായേൽ. അതുതന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ കണ്ടതും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ അമേരിക്കയും റഷ്യയും ശീതസമര പേജുകൾ മാറ്റിവെച്ച് ഇന്ത്യക്ക് വേണ്ടി സ്ഥിരാംഗത്വത്തിനായി സമ്മതം മൂളി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉശിര നിലപാടുകൾ ലോകശക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുകൂടി അറിയണം. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയിരുന്ന അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യ പൊട്ടിച്ചു പരീക്ഷിക്കുകയാണ് ഇസ്രായേലിലൂടെ യുദ്ധഭൂമികളിൽ. ഇന്ത്യക്കറിയാം ഇസ്രായേലിന്റെ കഴിവ് എത്രയ്ക്കുണ്ടെന്ന്. ആ കഴിവ് ഇസ്രായേൽ തിരിച്ചറിയുകയാണ്. ഇന്ത്യ സാങ്കേതികമായി എത്ര വളർന്ന് ഒരു വൻമരമായി മാറിക്കഴിഞ്ഞെന്ന്. ഇനി ലോകത്തെ നിയന്ത്രിക്കുക ഈ ശക്തികൾ തന്നെയാകുമെന്ന് ചുരുക്കം. ലോകം ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു UN സഭയുടെ നടുമുറ്റത്ത് പോയിന്റ് ബ്ലാങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ ഭൂപടമുയർത്തി ഒന്ന് ശാപവും ഒന്ന് ലോകത്തിന്റെ അനുഗ്രഹവും എന്ന് പറയുമ്പോൾ, അതിൽ ഇന്ത്യൻ ഭൂപടം അനുഗ്രഹമായി വാഴ്ത്തപ്പെടുമ്പോൾ ഭാരതീയ നയതന്ത്രം പോയ വഴിയും ഇസ്രായേലിന് ആ ധൈര്യം കിട്ടിയെന്നും പഠിക്കേണ്ട കാര്യമാണ്. ശാപമെന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇന്ത്യയോടുള്ള, നരേന്ദ്രമോദിയോടുള്ള, ഇന്ത്യൻ ടെക്നോളജിയോടുള്ള നന്ദി പ്രകടനം കൃത്യമായി ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിച്ചു. ആഗോള തീവ്രവാദത്തിന്റെ കൈപ്പിന്നീർ അനുഭവിച്ചവർ കൃത്യമായ രീതിയിൽ അവരുടെ പടപ്പുറപ്പാട് ഉറപ്പിച്ചു ഇന്ത്യയുടെ സഹകരണത്തോടെ. ആഗോള തീവ്രവാദത്തെ എതിർക്കുക മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം രാജ്യത്തിന്റെ നയതന്ത്ര ലക്ഷ്യങ്ങളും അങ്ങനെ ലോകത്തിനു മുന്നിൽ അടുക്കി എടുത്തു വെച്ചു. ആയുധ നിർമ്മാണത്തിൽ ഇസ്രായേലിന് ടെക്നോളജിക്കലായി അഡ്വാൻസ് ഉണ്ടെങ്കിലും അതിന്റെ ഉപഭോഗ വസ്തുക്കളും മാൻ പവറും പരിഹരിച്ചു കൊടുക്കുന്നത് അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇസ്രായേൽ ഒരു ചെറു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നത് ഇന്ത്യയാണ്. അതുമാത്രമല്ല, ആയുധ നിർമ്മാണത്തിലും രഹസ്യാന്വേഷണ വിഭാഗത്തിലും ഉപഗ്രഹ നിരീക്ഷണങ്ങളിലും പരസ്പര ധാരണയിൽ ഇന്ത്യയും ഇസ്രായേലും എത്തുകയും ചെയ്തതിന്റെ ഗുണം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് മേൽ പൂർണ്ണമായി ആഘോഷിച്ച രാവുകളാണ് ഇപ്പോൾ കടന്നുപോയതും. ഇസ്രായേൽ ഇതിൽ തൃപ്തരാണ് എന്ന് കാണിക്കുന്നതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഐക്യരാഷ്ട്രസഭയിലെ ആ ഭൂപട താരതമ്യം. ഇന്ത്യ ആയുധ വ്യാപാരത്തിനിറങ്ങുമ്പോൾ അമേരിക്കയും ചൈനയും പറഞ്ഞ് തടസ്സപ്പെടുത്തിയ ഒരു ആരോപണങ്ങളിലൊന്ന് ഇന്ത്യക്ക് റിയൽ വാർ ഫീൽഡ് ഓപ്പറേഷൻ സക്സസ് റേറ്റ് ഇല്ല എന്നതായിരുന്നു. കാരണം ഇന്ത്യക്ക് അടുത്ത കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ടും ഇന്ത്യയുടെ ആയുധങ്ങൾ ഒരു യുദ്ധഭൂമിയിൽ പൊട്ടിച്ച് പരീക്ഷിക്കാത്തത് കൊണ്ടുമൊക്കെ അതുകൊണ്ട് തന്നെയാണ് ചൈനയും അമേരിക്കയും ഇങ്ങനെ പറഞ്ഞത്. റിയൽ വാർ ഫീൽഡ് നിയന്ത്രിക്കുന്നത് അമേരിക്കൻ റഷ്യയും ആയതുകൊണ്ടും അവർ ടെക്നോളജിക്കലായും ആയുധ സമ്മേളനത്തിലും ഏറെ മുന്നിലായതുകൊണ്ടും ഇന്ത്യക്ക് പരീക്ഷിക്കാൻ ഇടമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തത്? ഇസ്രായേലിന്റെ സഹായത്തോടെ ഇന്ത്യ തങ്ങളുടെ ആയുധങ്ങൾ പൊട്ടിച്ച് പരീക്ഷിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. അതായത് ദീർഘദൂര ഹെവി പ്ലേലോഡ് ബോംബുകൾ ഇസ്രായേലിന് നൽകിയിരുന്നത് നേരത്തെ അമേരിക്കയായിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ആവശ്യം ക്ലസ്റ്റർ ബോംബുകളായിരുന്നു. ഇത്തവണ ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളുടെ പ്രഹരശേഷി നോക്കിയാൽ വളരെ കൃത്യം ടാർജറ്റിക്കും ഹെവി എക്സ്പ്ലോഷൻസും. അതിന്റെ പിതൃത്വം അമേരിക്ക അവകാശപ്പെട്ടതുമില്ല. പൊട്ടിച്ച പല ഹെവി പ്ലേലോഡ്സും ഇന്ത്യയുടെ പരീക്ഷണം കൂടിയാകാം. ആയുധ പരീക്ഷണങ്ങളുടെ ഈ രഹസ്യബാന്ധവം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകണമെങ്കിൽ അവർ നയതന്ത്ര തലത്തിലും ടെക്നോളജിക്കൽ സഹകരണത്തിലും യുദ്ധസമയങ്ങളിലും ഒരു അന്തമില്ലാത്ത സഹകരണം ഉറപ്പാക്കിയിരിക്കണം. അതുതന്നെയാണ് സംഭവിച്ചതും. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ നോക്കി യുദ്ധം തീരുമാനിച്ചിരുന്ന ഇസ്രായേലിന് ഒന്നും നോക്കണ്ട, അടിച്ചു കയറിക്കോ എന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യത്തിന്റെ പരസ്യമല്ലാത്ത നിസ്വാർത്ഥ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രഖ്യാപിച്ചു പരോക്ഷമായിട്ട്. മാലപ്പടക്കം പോലെ പേജറുകൾ പൊട്ടിത്തെറിച്ച് തീവ്രവാദികൾ തീർണമെങ്കിൽ അതിന് കൃത്യമായൊരു ഉപഗ്രഹ നിയന്ത്രണവും ലൊക്കേഷൻ ടാർജറ്റിംഗും ഗ്ലോബൽ പൊസിഷനിങ് സംവിധാനവും വേണം. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക GPS സംവിധാനം കടം കൊടുക്കുമെങ്കിലും ഇത്തവണ അത് അമേരിക്ക ചെയ്തോ എന്ന് സംശയമാണ്. അല്ലെങ്കിൽ പിന്നെ ആര് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സ്വന്തമായി ഗ്ലോബൽ പൊസിഷനിങ് സംവിധാനത്തിന് വേണ്ടി 8 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ട് വീണ്ടും 12 കാത്തിരിക്കുന്ന ഒരു രാജ്യം അത് ഇന്ത്യ തന്നെയാകും, സംശയമില്ല. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഭാവിയിൽ ഇസ്രായേലിന്റെ ഹിസ്ബുള്ള സൈനിക ഓപ്പറേഷൻ കഥകൾ പുറത്തു വരുമ്പോൾ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകും ഇന്ത്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്.